CPI UDF ക്ഷണിച്ചിട്ടുണ്ട്. രാവിലെ ദിനവിശം മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോഴും മുന്നണി വിടുമെന്ന് ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം കോൺഗ്രേഷൻ പറയാമെന്ന് പറഞ്ഞു. അതിലില്ലാതെയാണ് UDF പ്രതികരണമാണ്. അല്ല, എനിക്കതിനൊന്നും യാതൊരു മറുപടി പറയാനില്ല. കാരണം എന്താ പറഞ്ഞാൽ ഇത് ഏറ്റവും ശക്തമത്തായ ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ആ മുന്നണി നൈമിഷികമായ ഒരു രീതിയിൽ രൂപപ്പെട്ടതൊന്നുമല്ല, കൃത്യമായ രാഷ്ട്രീയ അടിത്തറയിലാണ്. ഞങ്ങൾ CPIM കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട മുന്നണിയിലെ പാർട്ടി എന്ന് പറയുന്നത് CPI ആണ്. ആ CPIയെ മുഖവിലക്ക് എടുത്തുകൊണ്ട് തന്നെയാണ് CPIM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ടേക്ക് പോകുമെന്ന് ഞാൻ പറഞ്ഞത്. അല്ല, അതുൾപ്പെടെ എല്ലാം പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിച്ച പോലെ. പാർട്ടി ഇപ്പോഴൊന്നുമല്ലല്ലോ, എത്രയോ കൊല്ലമായിട്ട് ഈ കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. PMC ഉൾപ്പെടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, PMC മാത്രമല്ല, ലോകബാങ്കുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം ഉണ്ടായിരുന്നില്ലേ, ADB ആയിട്ട് ബന്ധപ്പെട്ട പ്രശ്നം ഉണ്ടായില്ലേ. കേന്ദ്ര ഗവൺമെന്റ് ആദ്യകാലത്ത് നെഹ്റുവിൻ്റെ കാലത്ത് പഞ്ചവത്സര പദ്ധതിക്ക് നിബന്ധനകളില്ല. പക്ഷേ ഇന്ദിരാഗാന്ധി മുതൽ നിബന്ധന തുടങ്ങിയിട്ടുണ്ട്. അതിപ്പോൾ ശക്തിപ്പെട്ട് മുമ്പോട്ടേക്ക് പോവുകയാണ് BJPയുടെ ഗവൺമെൻറ് കാലത്ത്. അത് നല്ലതുപോലെ മനസ്സിലാക്കിയിട്ട് തന്നെ ഞങ്ങളിതെല്ലാം നല്ലതുപോലെ ചർച്ച ചെയ്തിട്ടുണ്ട്, ഓരോ ഘട്ടത്തിലും ചർച്ച ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്കറിയാം, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇതേപോലെ പ്രശ്നം വന്നപ്പോൾ പല ഫണ്ടും തടഞ്ഞു വെച്ചു, അപ്പോഴും ചർച്ച ചെയ്തില്ലേ. ആരോഗ്യ മേഖലയിൽ ചർച്ച ചെയ്തില്ലേ. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയായിരുന്നല്ലോ നമ്മുടെ ഈ വിവിധ മേഖലയിൽ, ഞാൻ ഓരോരോ മേഖല പറയുന്നില്ല, എല്ലാ മേഖലയിലും ഇങ്ങനെ ഫണ്ട് തടഞ്ഞു വെക്കുന്ന ഘട്ടത്തിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. എല്ലാവരുമായിട്ടും ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ LDFും ചർച്ച ചെയ്തിട്ടുണ്ട്, ഇനിയും ചർച്ച ചെയ്ത് അല്ലാതെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ. നോക്കുമ്പോൾ ഇത്തരത്തിൽ കേന്ദ്രത്തിന്റെ നിബന്ധനകൾ പാലിക്കുമ്പോൾ കേന്ദ്രത്തിന്റെ നയങ്ങൾ കേന്ദ്രത്തിന്റെ നയങ്ങളല്ല, കേന്ദ്ര സംസ്ഥാന ബന്ധം എന്ന് പറയുന്നത് ഫെഡറൽ സംവിധാനത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ലേ, അതല്ലേ. ആ നയം തകർക്കുന്ന ഗവൺമെന്റിന്റെ സമീപനത്തെയാണ് നമ്മൾ ശക്തിയിൽ എതിർക്കേണ്ടത്. അപ്പോൾ അത് എതിർക്കും, അത് എതിർത്തുകൊണ്ട് തന്നെ മുമ്പോട്ടേക്ക് പോകും. ആ എതിർപ്പിന് ഒരു തരത്തിലുള്ള വ്യത്യാസവും വരുത്തില്ല. അപ്പോൾ ഇപ്പോഴും വരുത്തില്ല, ഇനിയും അതൊന്നും നടക്കൂല. അതൊന്നും കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല. അതൊന്നും കേരളത്തെ സംബന്ധിച്ചോ, ഇപ്പോൾ ഇവിടെ വീടെടുക്കുമ്പോൾ വീടിന് ഇവിടെ പേരെഴുതി വെക്കണമെന്നെല്ലാം പറഞ്ഞില്ലേ, അതുകൊണ്ട് മാത്രം കേരളത്തിൽ എന്തെങ്കിലും നടക്കുമോ? അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഞങ്ങളുടേതായ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് PMCയെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയമുള്ളതല്ല, ഞങ്ങളാ നിലപാടിനോട് യോജിക്കുന്നതല്ല. എന്നാൽ ഗവൺമെൻറ് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പണവും കിട്ടണം, നിലപാട് നടപ്പിലാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ ഈ അവരുടെ നിലപാട് നടപ്പിലാക്കാൻ പറ്റുകയും ചെയ്യില്ല എന്ന ഒരു അന്തരാള ഘട്ടമുണ്ടല്ലോ. ആ ഘട്ടത്തെ നമുക്ക് എങ്ങനെയാണ് തരണം ചെയ്യേണ്ടത് എന്നത് CPI ഉൾപ്പെടെയുള്ള എല്ലാവരുമായിട്ടും ചർച്ച ചെയ്ത് ആവശ്യമായ നിലപാട് സ്വീകരിക്കാം എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ അതിലൊരു കടുംപിടുത്തം പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കേണ്ട കാര്യമില്ല. കൂട്ടായിട്ടുള്ള മുന്നണിയും ചർച്ച ചെയ്യണം, അതിന്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടി വരും. ചർച്ച ചെയ്യും. അല്ല, അത് ഉൾപ്പെടെയല്ലേ ഞാൻ പറഞ്ഞത് ചർച്ച ചെയ്യാം. ഞങ്ങളൊക്കെ ആയിട്ട് എത്രയോ പ്രാവശ്യം ചർച്ച നടത്തിയിട്ടുണ്ടല്ലോ മുമ്പ് തന്നെ. ഇത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ലോകബാങ്കിന്റെ കാര്യത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ADBന്റെ കാര്യത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്, കേന്ദ്ര നിബന്ധനകളെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്തിട്ടുണ്ട്. ഓരോ നേരത്തെ അല്ല, ഇപ്പൊ തന്നെ ഇതിന്റെ എല്ലാം ഭാഗമായിട്ടുണ്ട് വരുന്നത്. അതെ, അങ്ങനെയാണ് നിന്നത് ഇതുവരെ. ഭരണപരമായ കാര്യങ്ങൾ എന്താണെന്നുള്ളത് മന്ത്രിയോട് കൂടി ചോദിച്ചാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിതിലിപ്പോ ഒന്നിനെയും ഏതെങ്കിലും തരത്തിൽ നിഷേധിക്കാനോ ഏതെങ്കിലും തരത്തിൽ അംഗീകരിക്കാനോ അല്ല പുറപ്പെടുന്നത്. നമുക്ക് മുഖ്യമന്ത്രി ഉൾപ്പെടെ എല്ലാവരും വന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന രീതിയിൽ ഈ കാര്യങ്ങളെല്ലാം വിശദാംശങ്ങളാകെ ചർച്ച ചെയ്ത് കാര്യങ്ങൾ തീരുമാനിച്ച് മുമ്പോട്ടേക്ക് പോകാമെന്നാണ് പറഞ്ഞത്. ചർച്ച ആവശ്യമായില്ല. അപ്പൊ ഈ എല്ലാ കാലത്തും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, ചർച്ച ചെയ്തിട്ടില്ല. CPIയുടെ വിദ്യാർത്ഥി വികസന സംഘടനകളുടെ സെക്രട്ടേറിയറ്റിനുള്ളിലേക്ക് വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ്. ജനാധിപത്യ അവകാശം ഞാൻ
PM-ശ്രീ പദ്ധതി പുനഃപരിശോധിക്കും, ഇടതുമുന്നണി പുനഃപരിശോധിക്കും, വീണ്ടും ചർച്ചയും എന്ന് വ്യക്തമാക്കുന്ന പ്രതികരണമാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. പരിപൂർണമായി എന്താണ് ഇടതുമുന്നണി ഉദ്ദേശിക്കുന്നത്, CPM ഉദ്ദേശിക്കുന്നത് എന്നത് അദ്ദേഹം വ്യക്തമാക്കുന്നില്ല.